പ്രിയ സ്നേഹിതരെ, വീണ്ടും ആൻ്റണി. ഈ ഇസ്രയേൽ വിഷയം പറയാനായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതൊരു കമേഴ്ഷ്യലാക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമൊന്നുമില്ല. 10 ആൾ കണ്ടാലും 10 ആൾ ഒരു ജ്ഞാനത്തിൽ വളരണം എന്നുള്ള വിഷയമാണ്. ഞാൻ വീണ്ടും പറയണു, എൻ്റെ മലയാളത്തിൽ ചിലപ്പോൾ തമിഴിൻ്റെ വാക്കുണ്ടായിരിക്കാം. ചിലർ പറയുന്നുണ്ട്, ബ്രദറെ നിങ്ങൾ വീഡിയോ ഇട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. എന്നെക്കാട്ടിലും നന്നായിട്ട് പറയുന്ന പാസ്റ്റർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ ഏത് ഞങ്ങൾ കാണണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം. വേറെ ഒന്നും നിങ്ങൾ കാണണ്ട. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പറയണത് പക്കയായിട്ടാണ് പുള്ളി പറയണത്. പുള്ളിയുടെ അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ ആ യൂട്യൂബ് നിങ്ങൾ കാണുക. അതിൽ പുള്ളി ഇന്ത്യയെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പറയണതെല്ലാം 100% പക്കയായിട്ടാണ് ആ പാസ്റ്റർ പറയുന്നത്. എനിക്ക് ആ പാസ്റ്ററോട് അത്ര അധികം കൃതജ്ഞത സ്നേഹമുണ്ട്. കാരണം ഞാൻ പുള്ളിനെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ചെന്നൈയിൽ വളർന്ന് ബാംഗ്ലൂരിലുള്ള ആളാണെങ്കിലും യൂട്യൂബിൽ കൂടെ ഞാൻ പുള്ളിയുടെ ഒരു മെസ്സേജ് കേട്ട് അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ ഇതിൽ ആകർഷണമാകുന്നത്. പുള്ളിയുടെ ആ മുസ്ലിം പാണ്ഡിത്യം, ഹിന്ദു പാണ്ഡിത്യമൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി ഭയങ്കര ഒരു പണ്ഡിതനാണ്. ദൈവം പുള്ളിനെ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ പറയുന്നതിനെക്കാട്ടിലും വളരെ നന്നായിട്ടുള്ള നല്ല എക്സ്പ്ലനേഷൻ കിട്ടും പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം. പുള്ളിയുടെ ഇന്ത്യയെക്കുറിച്ചും സിറിയയെക്കുറിച്ചും ഇറാനെക്കുറിച്ചും ഇസ്രയേലെക്കുറിച്ചെല്ലാം പറയുന്ന എത്രയോ വീഡിയോകളുണ്ട്. അത് കണ്ടാലേ നിങ്ങൾക്ക് മതിയാവും. പക്ഷേ എങ്കിലും എന്നോട് ചിലർ പറയുന്നുണ്ട്, അതുണ്ടെങ്കിലും ബ്രദറൊന്ന് ഇട് മലയാളത്തിലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് മലയാളത്തിലിടുന്നത്. അത്രയേ ഉള്ളൂ. വീണ്ടും ഞാൻ പറയണം, നിങ്ങൾ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ കാണും, മനസ്സിലായില്ലേ? എൻ്റെ കാണാൻ ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കണ്ടോ, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നെക്കാട്ടിലും നല്ല സ്ഫുടതയായിട്ടുള്ള നല്ല മലയാളമായിരിക്കും. പുള്ളി മലയാളം സ്കോളറാണെന്ന് എനിക്ക് തോന്നണേ. എൻ്റെ മലയാളം തൃശ്ശൂർ മലയാളം അത്ര ക്ലിയറൊന്നുമല്ല. കാരണം ഞാൻ ചെന്നൈയിലും വളർന്നു, കർണാടക സെറ്റിലായപ്പോൾ എൻ്റെ മലയാളത്തിലൊക്കെ ഭയങ്കര അഡൾട്രേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിഷയം എന്താണെങ്കിൽ ഇസ്രയേൽ നടക്കുന്ന യുദ്ധം. ഈ മലയാളത്തിൽ എത്രയോ ചാനലുണ്ട്, ജേണലിസ്റ്റ് KP കേരള അങ്ങനെ അങ്ങോട്ട് വന്നു. പിന്നെ അത് 42 ഓൺലൈൻ. ഇവരെല്ലാം അങ്ങ് പറഞ്ഞ് കേട്ടാൽ തോന്നും ഇസ്രയേൽ എന്തോ ഇറാൻ മൂക്കിക്കൂടെ ചുരുട്ടി കയറ്റി ഇസ്രയേലിൽ ഇസ്രയേൽ രോമത്തിനും തൊടാൻ പറ്റിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആകെ ഇസ്രയേൽ ഇതുവരെ വീണിരിക്കുന്നത് ഒരു 5-10 മിസൈലാണ് വീണിരിക്കുന്നത്. 5-10 എന്ന് പറയണ്ട, ഒരു 10-12 മിസൈലാണ് വീണിരിക്കുന്നത്. അതിൽ ഇന്നലെ വീണ മിസൈലാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വീണിരിക്കുന്നത്. അതൊരു ഹോസ്പിറ്റൽ കെട്ടിടത്തിന് 10 നില ഹോസ്പിറ്റൽ കെട്ടിടത്തിന് വീണു. പക്ഷേ ഹോസ്പിറ്റലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. 10-76 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ 5-6 ആൾക്കാർ ഗുരുതര നിലയാണെന്നാണ് പറയണത്. അത്രയേ ഉള്ളൂ. എൻ്റെ ചോദ്യം, ഈ 2003-2002 ഇറാൻ്റെ ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് വന്നു, മസൂദ് എന്ന് പറഞ്ഞിട്ട്, എന്തോ ഒരു മമ്മൂദ് അയാളുടെ പേര്, ഒരു താടി വെച്ചിട്ട്. പുള്ളി ഒരു എൻജിനീയറാണ്, സയൻറ്റിസ്റ്റും ആയിരുന്നു. ഞാൻ വന്നാൽ ഇസ്രയേലിനെ 1 മിനിറ്റ് കൊണ്ട് തകർക്കുന്നൊക്കെ പറഞ്ഞ് വന്നിട്ടാണ് പുള്ളി വോട്ട് പിടിച്ച് 2 വർഷം പുള്ളി പ്രൈം മിനിസ്റ്ററായി. എന്നിട്ടും ഇസ്രയേലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞു ഇപ്പോൾ അതാ അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ആ ജേർണലിസ്റ്റൊക്കെ കിടന്നിട്ട് പറഞ്ഞിട്ട് ഇസ്രയേലിന് എന്ത് തോന്നിയാസമാണ്. ആളുടെ പേരെന്താ, നാരായണനാണ്. നാരായണൻ എന്തോ പറഞ്ഞ വ്യക്തിയാണ്. എന്ത് തോന്നിയാസമാണ് ഇസ്രയേൽ ചെയ്യണേ? അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ ന്യൂക്ലിയർ ബോംബ് ചെയ്തുകൊണ്ട് ഇവർക്ക് എന്ത് നഷ്ടം? ഇതൊക്കെ നിങ്ങൾ പല യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു ഒറ്റ ചോദ്യം ഇതുള്ളൂ, റഷ്യ എന്തുകൊണ്ട് ഉക്രൈനെ അറ്റാക്ക് ചെയ്തു? അപ്പോൾ നിങ്ങൾ റഷ്യക്കല്ലേ സപ്പോർട്ട് ചെയ്തേ? ഉക്രൈൻ അമേരിക്കയും യൂറോപ്പും നാറ്റോ സപ്പോർട്ട് ചെയ്തെന്ന് കണ്ടപ്പോൾ നിങ്ങൾ റഷ്യനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് റിയലായിട്ട് എന്താണ് നിങ്ങൾ ഈ യൂട്യൂബ് നടത്തുന്നത്? നിങ്ങൾ ആരുടെ പക്ഷത്താണ്? നിങ്ങൾ ന്യൂട്രൽ, സത്യം, ഒരു ന്യായത്തിനോട് നിൽക്കുന്നവരാണോ? ന്യായത്തിനോട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഉക്രൈൻ ആരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കത് വിഷയമല്ല. പക്ഷേ റഷ്യ ചെയ്ത് തെണ്ടിത്തരം നിങ്ങൾ
ഈ EU ചേരാൻ, യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ അപ്ലൈ ചെയ്തു. റഷ്യ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഞങ്ങളുടെ തൊട്ട അതിർത്തിയിൽ നിൽക്കുന്നത് കൊണ്ട് നീ ഒരിക്കലും യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ ചേർന്നാൽ നടക്കാൻ പോകുന്നത് എന്താ? ഇവിടെ നാറ്റോ ആർമി വരും. നാറ്റോ ആർമിയിൽ നാറ്റോയുടെ പട വന്നാൽ അതിൽ മുഖ്യമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്നത് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ പല സൈനിക താവളങ്ങളും ഇവിടെ ഉണ്ടാക്കും. അത് റഷ്യക്ക് എപ്പോഴും ഒരു മുള്ള. അത് പാടില്ല. നീ യുക്രൈനിൽ ചേരാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം പറഞ്ഞല്ലോ ഈ ജേർണലിസ്റ്റും 42 ഓൺലൈനും അവരും ഇവരും എന്തോ ഒരു കേരളയൊക്കെ ഉണ്ട്. അതെല്ലാം പറയണ്ടല്ലോ. ന്യൂക്ലിയർ ബോംബ് ഇറാൻ ഉണ്ടാക്കി, ഇവർക്ക് എന്താന്ന്? അത് ഇസ്രയേലിൻ്റെ മുള്ളാണ്. അപ്പോൾ ഉക്രൈൻ ഫ്രീഡം സ്വതന്ത്ര രാജ്യമല്ലേ? ഉക്രൈൻ എവിടെ പോയി ചേർന്നോട്ടെ. റഷ്യക്ക് എന്ത് വേണം? റഷ്യനും തോണ്ടാൻ പോയി ഇല്ലല്ലോ. ഉക്രൈൻ അവൻ്റെ സുരക്ഷയ്ക്കാണ് പോയി ചേരണമെന്ന് പറഞ്ഞേ. കാരണം ഉക്രൈൻ്റെ ക്രീമിയ റഷ്യ കൊണ്ടുപോയി. അപ്പോൾ തുറന്നു നിങ്ങൾ തുറന്നുകൊണ്ടൊന്നും ഉണ്ടാവാനൊന്നുമല്ല ഞാൻ പറയാം. നിങ്ങൾ സംസാരിച്ചെന്ന് ചോദിക്കണം. ഞാനില്ലല്ലോ. നിങ്ങളുടെ വിഷയം ഉക്രൈൻ അമേരിക്ക സപ്പോർട്ട് ചെയ്തു, അപ്പോൾ നിങ്ങൾ ഉക്രൈനെതിരെയായി. എന്നിട്ട് എന്ത് പറ്റി? ഈ ഫെബ്രുവരി വന്ന കൊല്ലം 4 22 തുടങ്ങിയതാ. ഈ ഫെബ്രുവരി വന്ന കൊല്ലം 4 ഉക്രൈൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ? അയാൾ ഇന്നും പ്രസിഡൻ്റായിട്ട് തന്നെ ഉള്ളത് 4 കൊല്ലമായിട്ട്. റഷ്യ പഠിച്ച പണി 18 പറ്റി. അപ്പോൾ നിങ്ങൾ പറയും ഉക്രൈൻ ഒറ്റയ്ക്കല്ലല്ലോ, നാണല്ലേ? ഒരു പച്ചമുളക് പോലെ ഇച്ചിരി പോകുന്ന രാജ്യം, മറ്റേത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യത്തിലത്തെ ഒരു രാജ്യമാണ് റഷ്യ. അവരുടെ ആർമിയും അവരുടെ ബലം പറയണ്ട, എന്നിട്ടും തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാറ്റോ സപ്പോർട്ട് ചെയ്തു. യെസ്, നാറ്റോ സപ്പോർട്ട് ചെയ്തു. റഷ്യ ആയിട്ട് സപ്പോർട്ട് മേടിച്ചില്ലേ? ചൈനയുടെ കയ്യിൽ നിന്ന്, നോർത്ത് കൊറിയയുടെ കയ്യിൽ നിന്ന്, ഇറാൻ്റെ കയ്യിൽ നിന്ന്. നോർത്ത് കൊറിയയുടെ പട്ടാളക്കാരെ വിട്ടു. ഇതൊന്നും റഷ്യ ചെയ്യണില്ലേ? എന്നിട്ടും റഷ്യയുടെ അകത്ത് പോയിട്ട് 4 താവളങ്ങൾ തകർത്തില്ലേ ഇപ്പോൾ? അപ്പോഴും നിങ്ങൾ ഉക്രൈനെ കുറ്റമുള്ളൂ, റഷ്യനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ റഷ്യക്ക് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം. UN പ്രശ്നമല്ല. പക്ഷെ ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്താൽ UN പൊള്ളും, നിങ്ങൾക്ക് പൊള്ളും, മുസ്ലിമുകൾക്ക് പൊള്ളും. അതേ സ്ഥാനത്ത് ആഫ്രിക്കയിൽ ഈ നൈജീരിയ, അവിടെ ഇതുവരെ 12 ലക്ഷം ക്രിസ്ത്യാനികളെ കൊന്നുണ്ട് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ. ആരും തൊള്ള തുറക്കണ്ട. ഇവിടുത്തെ മുസ്ലിമുകൾക്ക് വേദനയുണ്ട്. അപ്പോൾ ഇതാണോ മനുഷ്യത്വത്തിന് എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ? ഇതാണോ ഇപ്പോൾ നിങ്ങൾക്ക് മനുഷ്യത്വം നിൽക്കുന്നവരാണോ? ബോക്കോ ഹറാം, അത് അവിടുത്തെ ഒരു തീവ്രവാദം, മുസ്ലിം തീവ്രവാദം. നൈജീരിയയിലത്തെ 200 പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കൊല്ലം ഒരു 8 കഴിഞ്ഞു. ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് അവർ ഇന്നുവരെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ആർക്കറിയും? ആർക്കും ഒരു വേദനയില്ല. മുസ്ലിം പാലസ്തീൻ തൊട്ട ആകെ പൊള്ളും. അതെന്താ നിങ്ങൾക്ക് പൊള്ളണേ? നിങ്ങൾ മനുഷ്യന്മാർക്കൊണ്ട് സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദു ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏത് പക്ഷമാണ്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ എന്താ പറയണേ, നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താഗതി എന്താണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ നിങ്ങൾ മുസ്ലിമോൾ പറയണത് കേട്ടിട്ട് യഹൂദന്മാരെയൊക്കെ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ്. മുസ്ലിമോളെ തൊടാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് TRP വേണം, നിങ്ങൾക്ക് ഫണ്ട് വേണം. അതല്ല എൻ്റെ അർത്ഥം. അപ്പോൾ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയുന്നത് 100% ശരി തന്നെയല്ലേ? ഇവിടുത്തെ പല മകള ചാനലുകളും ജിഹാദികളുടെ നിന്ന് കാശി മേടിക്കേണ്ടത് പറയുന്നത് ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അവരെ കൊണ്ടാടണം. ഇസ്രായേലുകൾ എന്തിനാ പോരാടുന്നത്? റഷ്യ എന്തുകൊണ്ട് ഉക്രൈൻ അറ്റാക്ക് ചെയ്തോ അതേ വിഷയം തന്നെ ഇസ്രായേലിനും. ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് വന്നാൽ ആ ഒരു ബോംബ് ഇടാനുള്ള സ്ഥലം ഇസ്രായേലിനുള്ളൂ. വെറും 22,328 കിലോമീറ്ററേ ഉള്ളൂ ഇസ്രായേലിൻ്റെ സൈസ്. നേരെ മറിച്ച് ഇറാൻ്റെ സൈസ് 16,62,368 468 അങ്ങോട്ടാണ് അവരുടെ സൈസ്. ഈ 22,000 കിലോമീറ്റർ ഉള്ളവനാണ് 16.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ അവരുടെ യുദ്ധം ചെയ്യണേ. എന്നിട്ട് അവിടെ കണ്ണിൽ വിരലിട്ട് ഇളക്കണം. അവരുടെ 4 ന്യൂക്ലിയർ പ്ലാന്റ് നശിപ്പിച്ചു ഈ 8 ദിവസം കൊണ്ട്. നാദാൻസിലുള്ളതും ഇസ്വാനിലുള്ളതും കണ്ടാത്ത എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതും ഇപ്പോൾ ഇന്നലെ അറാക്കയിലുള്ളതും. ഇസ്രയേലിൻ്റെ ഒരു രോമം തൊടാൻ പറ്റിയ ആകെ ഒരു 10-12 മിസൈൽ വീണിട്ട് അവിടെ ഇവിടെ ഓരോ ബിൽഡിങ്ങിൽ ഇതുവരെ ഇസ്രയേൽ ചത്തത് 68 ആളോ 28 ആളോ അങ്ങോട്ട് ചത്തിരിക്കണേ.
പിന്നെ കുറേ ആൾക്ക് പരിക്ക് പറ്റി. ഉടനെ അതങ്ങോട്ട് എടുത്തോ, ഇസ്രായേലിനെ തകർത്തു. ഞാൻ ജേർണലിസ്റ്റിൻ്റെ കാണാറുണ്ട്, ഈ നേരം കണ്ടിട്ട് ചെറുക്കും ഞാൻ. ഇസ്രായേലിൻ്റെ പൊടിയാക്കി, ഇസ്രായേലിനെ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റു ചെയ്തു, മറിച്ച് ചെയ്തു, ഒരു ചോക്കും ചെയ്തിട്ടില്ലേ. അവിടെയുള്ള മലയാളി നഴ്സുമാർ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. അതെങ്കിലും കണ്ടിട്ടൊരു ബുദ്ധി വരണ്ടേ ഇവർക്ക്, ഈ മലയാളം യൂട്യൂബേഴ്സിന്? ഇവരെന്താ ഇസ്രായേലിനെ കുറ്റം കണ്ടേ? ഇസ്രായേലിനെ രാവും പകലും നശിപ്പിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവനെക്കൊണ്ട് 2300 കിലോമീറ്റർ ദൂരം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹിസ്ബുള്ളേനെയും ഹമാസിനെയും എന്താ പറയണ ഹൂത്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിട്ട് കോടികൾ ചിലവാക്കുക. UN കിട്ടുന്ന ഫണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ സ്കൂളും കോളേജും കെട്ടാനും പിന്നെ തൊഴിൽശാല ഉണ്ടാക്കാൻ ചെയ്യണതൊക്കെ ഇതെല്ലാം ഇസ്രായേലിക്ക് എതിർത്ത് അവർ പലതും ചെയ്യുക, അതിന് ചെയ്യുക. എന്നിട്ട് നാട്ടിലൊരു വിദ്യുത് ശക്തി ഇല്ല, സ്കൂളില്ല, പഠിപ്പില്ല, കൂലും തൊഴിലും ഇല്ലാണ്ട് ഈ ഗാസയിലുള്ളവരും ഈ വെസ്റ്റ് ബാങ്കിലുള്ളവർ ഇസ്രായേൽ ജോലി ചെയ്യാൻ വരിക, അവർക്കുള്ള കറണ്ട്, വെള്ളം, മരുന്ന് എല്ലാം ഇസ്രായേലിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പറയാം. കാരണം ഈ 6ാം നൂറ്റാണ്ടിൽ കുരുത്തം കെട്ട സാത്താൻ്റെ ഒരു സന്തതി ഉണ്ടായിരുന്നു, ഒരു മുഹമ്മദ്. അവൻ നബീന്നും സ്വയം പ്രഖ്യാപിച്ചു. പെണ്ണുപിടിയൻ, കാമക്കൊടൂരൻ, രക്തം കണ്ട് കൊതിമാറാത്തവൻ. അവൻ ആ കാട്ടറിവ് എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന പ്രകാരം വീണ്ടും ലോകത്തിനെ കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ഈ ആൾക്കാർ. അതിലാണ് യൂതന്മാർ, കാഫീറുകളും ക്രിസ്ത്യാനികളും, ഇവർ രണ്ടുപേരും കൊള്ളതാണല്ലേ അള്ളാഹിന് ഇഷ്ടം. 5-ാം അധ്യായത്തിൽ 35-ാം വായത്തിലുണ്ടെന്നാണ് പറയുന്നത് സൂറയിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഈ യദു നാരായണനും ജേർണലിസ്റ്റും അവരും വരല്ല, ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമോൾ തന്നെ, ഒരാൾ ഹിന്ദുവുള്ളൂ. എന്നിട്ട് TRP കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം. അല്ലാണ്ട് എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബുണ്ട്, ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ? ഉണ്ടോ? ഇല്ലല്ലോ. പാകിസ്ഥാൻ്റെ അടുത്തുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ അടുത്തുണ്ട്, റഷ്യയുടെ അടുത്തുണ്ട്, എത്രയോ രാജ്യങ്ങളുടെ അടുത്തുണ്ട്. യൂറോപ്പിൽ ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എല്ലാവരുടെ അടുത്തുണ്ട്, ഇറ്റലിയുടെ അടുത്തുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ഇസ്രായേൽ ഇല്ലല്ലോ. ഇറാൻ്റെ അടുത്തുള്ള അറ്റാക്ക്, കാരണം ഇറാൻ്റെ ചിന്ത നശിപ്പിക്കണം. ഒരു ന്യൂക്ലിയർ ബോംബ് ഇടാനുള്ള സൈസുള്ളൂ ഈ ഇസ്രായേൽ. മാപ്പിൽ വിരലിട്ട് ഇളക്കണം ആ രാജ്യത്തിനെ കണ്ടുപിടിക്കാൻ, അത്ര ചെറുതാ. ആ കടുകുമണി പോലുള്ളതാണ് ആന പോലെ രാജ്യത്തിനെ ആട്ടിപ്പടയ്ക്കണേ, വിരലിട്ട് ആട്ടണ കണ്ണില്. അത് പറയാൻ ഇവർക്ക് നാവില്ല. ഹിസ്ബുൾ അവിടെ പോയി, ഹമാസ് അവിടെ പോയി. ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യം നിയന്ത്രിക്കാനുള്ള അത്ര സ്ഫോടവസ്തുക്കൾ അവരുടെ കയ്യിലുള്ള. എന്നാലും അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ സന്തോഷിച്ച് പറയും, ഹമാസ്, ഇസ്രായേൽ അത് ചെയ്തു, ഹിസ്ബുൾ ഇപ്പോൾ എവിടെ പോയൊക്കെ. ഇപ്പോൾ ദാ ഇറാൻ, ഇപ്പോൾ ദാ ഒരു വിഷയം വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി ഇറാനിൽ 3 ഫ്ലൈറ്റ് സിറിയയിൽ പോയി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ ഷിയ ക്ലെറിക്സിൻ്റെ കറുത്ത ഗൗണിട്ട് തലയിൽ ഈ വട്ടത്തിലുള്ള ഉണ്ടയും വെച്ചിട്ട് കുറേ 5-8 ആൾക്കാരും പെണ്ണുങ്ങളും പെട്ടികളും ആൾക്കാർ, ആ കുടുംബം അങ്ങനെ ഇറങ്ങിയതായിട്ടാണ് അൽ ജസീറ പറയണേ. സംശയിക്കണം, ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒരു അഭ്യൂഹം. ഓടിപ്പോയി ഈ കടുകുമണി. 8 കോടി ചില്ലറ ആൾക്കാരുണ്ട്. അവരുടെ സൈനിക ശക്തി തന്നെ 12 ലക്ഷത്തിൽ ചില്ലറയാണ്. ഇസ്രായേൽ ആകെയുള്ളത് 92 ലക്ഷം ആൾക്കാരാണ്. അതിൽ ഇന്ത്യയിൽ നിന്നും പല രാജ്യത്തു നിന്നും പോയി ജോലി ചെയ്യുക, പഠിക്കുക എന്ന് പറഞ്ഞ ആൾക്കാരെന്നെ 1-2 ലക്ഷം പേര് നീക്കാം. പിന്നെ അറബ് മുസ്ലിംസ് നീക്കിയിട്ട് വെറും ഇസ്രായേൽ ആയിട്ടുള്ളവർ 78 ലക്ഷം കൂടെ ഉള്ളൂ. ഈ 78 ലക്ഷത്തിൽ ആർമി എത്രയുണ്ട്? 2-3 ലക്ഷം ഉള്ളൂ. അവരാണ് 3 രാജ്യമായിട്ടും വലിയ ആന പോലത്തെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് യുദ്ധം ചെയ്യണം. 12 ലക്ഷം ആർമി, ഇനി നേവിയും എയർഫോഴ്സൊക്കെ വേറെ അവരുടെ യുദ്ധം ചെയ്യണേ. അതാലോചിക്കണം. പക്ഷേ ഇസ്രായേൽ 78 ലക്ഷം ഉള്ള വെച്ചെങ്കിൽ 78ഉം ആർമിയാണ്, അത് വേറെ കാര്യം. പെൺകുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ആർമി ട്രെയിനിങ് കിട്ടിയവരൊക്കെ പെട്ട ആൾക്കാരാണ്, അത് വേറെ കാര്യം. എന്നാലും അവർ അത്രയേ ഉള്ളൂ. ഇവർ ട്രെയിൻഡ് ആർമിയാണ് ഇത്രയുള്ളത്. എന്നിട്ട് ഇവരെന്നെ തൊടാൻ പറ്റുന്നില്ല. പല പട്ടാളക്കാരും ഡ്രസ്സ് മാറി സിവിൽ ഡ്രസ്സിൽ കാറിൽ ഓടിപ്പോവാണ് വേറെ സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ അതാ ബങ്കർ ബസ്റ്റർ. ഒരു പക്ഷേ ഇന്ന് നാളെ അടുത്ത ആഴ്ച വരുന്ന പറഞ്ഞാൽ അതിന് നീട്ടി കൊണ്ടുപോകണ്ട, എപ്പോഴാണ് വരുമെന്ന് അറിയില്ല. പക്ഷെ ഇന്നലെ
നെത്തന്യാഹു പറഞ്ഞു ആരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ തന്നെ ഈ ഫോർത്തോലത്തെ ഇത് ഫോർഡോ പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റ് ഞങ്ങൾ നശിപ്പിക്കുന്നത്. ഞങ്ങൾ ഇത് രണ്ടിലൊന്നും കാണാൻ നിൽക്കില്ല. ഇനിയിപ്പോൾ ഖമേനി ഒമാനിലേക്കല്ല എങ്ങോട്ട് ഓടിപ്പോയാലും അവിടെ മൊസാദ് തട്ടും. കാരണം അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പോഴാണ് ഇറാഖിലുള്ള അലി അസ്താനി എന്ന് പറഞ്ഞ ഷിയയുടെ തലവൻ, ഇറാന്ന് പോയ ആൾ തന്നെയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഖമേനിനെ കൊല്ലല്ലേ, പുള്ളി പ്രായമുള്ള ആളാണ്, പുള്ളിയാണ് ഇപ്പോൾ ഷിയയുടെ തലവനായിട്ടുള്ളത്, ഇയാളെ കൊന്ന IS വരും, അതിനൊക്കെയാണ് ഇപ്പോൾ അവർ പറയണേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. കാല് പിടിക്കാൻ തുടങ്ങി, യൂറോപ്പിൽ പോയി കാല് പിടിച്ചു തുടങ്ങി, UN പറഞ്ഞു തുടങ്ങി, ഇറാൻ ഇസ്രായേലോട് വെടിനിർത്തൽ പറയുന്നു. പറ്റുന്നില്ല, ഹൈപ്പർസോണിക് ഇല്ല, കൊണ്ട് തട്ടട്ടെ. എവിടെ പോയി ഹൈപ്പർസോണിക്കൊക്കെ വിട്ടതൊക്കെ അവിടെ പോയി. ഇതൊരു അവിടുന്ന് വിട്ടു, പക്ഷെ ഇസ്രായേൽ വീണിട്ടില്ല മുതൽ. എല്ലാം വിട്ടു, കൊല്ലെത്തിയില്ലെന്ന് പറഞ്ഞ മാതിരി കാര്യം. ഇപ്പോൾ നാട് വിട്ടു എന്നാണ് കേൾക്കണം. ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി വേറെ വല്ലവരാണോ കറുത്ത തൊപ്പിട്ടിട്ട് പോയി എന്ന് അറിയില്ല. അൽ ജസീറ അങ്ങനെ പറയണേ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതൊന്നും നല്ല രീതിയിൽ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റില്ല. അവിടെ കുട്ടികളെ കൊല്ലുന്നു, അവിടെ സ്ത്രീകളെ കൊല്ലുന്നു. ഇതുവരെ 400 ചില്ലറ ആൾക്കാരെ ചേർത്തുള്ളൂ ഇത്രയും അറ്റാക്ക് നടത്തിയിട്ട്. ഇപ്പോൾ ഇതാ ഇറാഖിൽ പുതിയൊരു തീവ്രവാദ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, കാത്തിയാബ് ഹെസ്ബുള്ള. ഈ ഹെസ്ബുള്ള പോയപ്പോൾ അവിടെ പുതിയ കാത്തിയാബ് ഹെസ്ബുള്ള ഇറാഖിൽ നിന്ന്, നിങ്ങൾ ഇറാൻ തൊട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. ഈ നെത്തന്യാഹു ഇത്രയും വലിയ അതിനെ പോയി പണിയൊക്കെ നമ്മൾ നശിപ്പിച്ചു. എന്നിട്ടാണ് ഇപ്പം ഇന്നലെ ജനിച്ചും പറയണേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ യൂട്യൂബേഴ്സ്, ജേർണലിസ്റ്റും 42 കേരള ഓൺലൈൻ എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇസ്രയേൽ എന്ന് പറഞ്ഞത് പാലസ്തീൻ്റെ ഔദാര്യത്തിലുള്ള കിട്ടിയ സ്ഥലമല്ല, അവിടെ പൂർവികരുടെ സ്ഥലമാണ്. ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ രാജാവ് ആരായിരുന്നു? നിങ്ങൾ ചരിത്രം നിങ്ങൾ പറ. പാലസ്തീൻ്റെ രാജാവ് ആരായിരുന്നു? പാലസ്തീൻ നാണയം എന്തായിരുന്നു? ആരാണ് ഈ പാലസ്തീനികൾ? ഇവർ 10, 2, 4,000 കൊല്ലം കൊണ്ട് അവിടെ ഉള്ളവരാണോ? അവിടെ രാജാക്കന്മാരാരായിരുന്നു? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? പക്ഷെ ദാവീദ് രാജാവ്, ശലോമോൻ രാജാവ് ഉണ്ടായിരുന്നതും ജീവിച്ചതും ശൗൽ രാജാവ് ഉണ്ടായതെല്ലാം വേൾഡ് ഹിസ്റ്ററി പറയണ്ടല്ലോ. ബാബിലോണിയൻ രാജാവായിട്ടുള്ള നെബൂഖദ്നേസർ ഇസ്രായേലിൻ്റെ അടിമകളെ കൊണ്ടുപോയില്ലേ? 72 കൊല്ലം ബാബിലോൺ ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പ് അസിറിയൻ രാജാവ് 10 ഗോത്രത്തിനെ കൊണ്ടുപോയില്ലേ? ഇവരൊക്കെ പേർഷ്യ ഭാഗങ്ങളുണ്ടായിരുന്നല്ലേ? പേർഷ്യൻ രാജാവ്, പേർഷ്യ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇറാൻ്റെ പഴയ രാജാവായിരിക്കുന്ന കോരേശ് രാജാസനത്തിൽ ഇരുന്നതിന് ശേഷമാണ് യഹൂദന്മാർക്ക് ഫ്രീഡം കൊടുത്തിട്ട് ജെറുസലേമിൽ നിന്നിട്ട് അവിടെ ദേവാലയം കിട്ടണേ. അത് പേർഷ്യൻ ഹിസ്റ്ററിയിലുണ്ട്, ബാബിലോണിയൻ ഹിസ്റ്ററിയിലുണ്ടല്ലോ. അത് നിങ്ങളൊന്നൊക്കെ കാണാത്ത അവിടെയൊക്കെ എവിടെയായിരുന്നു? BC-യിൽ അവിടെയാണ് പാലസ് എന്നുള്ള പേരുള്ളത്. BC-യിൽ അവിടെയാണ് പാലസ് എന്നുള്ള പേരുള്ളത്. യേശുക്രിസ്തുവിന് മുമ്പ് AD 72 ശേഷം ടൈറ്റസ് വന്നിട്ട് യെരുശലേം ദേവാലയം നശിപ്പിച്ചു, ഇസ്രായേലികളെ അവിടുന്ന് ഓടിച്ചു, ലോകമെമ്പാടും ഒരു ചിന്നിച്ചിതറി. അപ്പോൾ ഇസ്രായേലികളുടെ എക്കാലത്തും ശത്രുക്കളായിരുന്ന ഫിലിസ്തീനരുടെ പേരിൽ ഈ സ്ഥലത്തിന് ഒരു പക വീട്ടാൻ വേണ്ടിയിട്ട് ആ പേര് കൊടുത്തു. ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള വൻ രാജ്യത്തിന് പാലസ്തീനം എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തു. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫിലിസ്തീനകളുടെ നാട് എന്ന് പറഞ്ഞ രീതിയിൽ, മണ്ണെന്ന രീതിയിൽ അർത്ഥത്തിൽ അതം കൊടുത്തു. ആ പേര് വെച്ചു, അവൻ പേര് മാറ്റി. അതുകൊണ്ട് പേര് മാറ്റിക്കൊണ്ട് ദേശം ഇല്ലാണ്ടാവോ? എന്നിട്ട് അവർ ഭരിച്ചു. അതില്ലല്ലോ, അതിങ്ങനെ കാട് മേടിട്ട് കിടക്കലായിരുന്നു. 48 മെയ് 4-ാം തീയതി ഒരു ഫ്രീഡം പ്രഖ്യാപിക്കുമ്പോൾ എന്തോരണ്ട് അവിടെ അറബികൾ വല്ലൊരു അടിച്ചു ഓടിച്ചു? ഇല്ലല്ലോ. എല്ലാം കഥകൾ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് പറയാണ്, ഇനി ഒരാളുണ്ട് എന്തുകൊണ്ടാണ് ജംഗ്ഷൻ, എന്തൊരു ജംഗ്ഷൻ ബോക്സ് എന്നാ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു ഹിന്ദു പേരിലൊരു മുസ്ലിം, ആരും സന്തോഷം എന്നാ അങ്ങനെ ആളുടെ പേര്, എനിക്ക് എത്ര അറിയില്ല. അതായിട്ട് ചിരിക്കുകയല്ലേ, ചിരിക്കുകയാണ്. അയാളെന്ന് പറഞ്ഞ പാലസ്തീൻ്റെ ഔദാര്യത്തിൽ വന്നവരെന്നെ ഓടിച്ചു. ഇന്നിപ്പോൾ അത് ഇറാനെ പിടിക്കാൻ പോകുന്നു. പാലസ്തീനൊരു ഔദാര്യമില്ല, അവർ കാശ് കൊടുത്ത് ചുട്ട പണം കൊടുത്ത് മേടിച്ചതാണ്. അവർ അധ്വാനിച്ച പണം കൊടുത്ത് മേടിച്ചാണ്. ഇന്ന് ഈ മാപ്പിൽ കാണുന്ന ഇസ്രായേൽ അങ്ങനെ ആരും ഓടിച്ചിട്ടൊന്നുമില്ല. ആർക്കും വേണ്ടാണ്ട് കുപ്പത്തൊട്ടിയായിട്ട് കിടന്ന സ്ഥലത്തിന് കിലോമീറ്റർ കണക്കിന് ഈ സൗദിയിലുള്ള ഷെയ്ഖ്മാരുടെ കയ്യിൽ നിന്നും ഈജിപ്തിലുള്ള വണ്ടം പണക്കാരുടെ അവരൊക്കെ അണ്ടർലാർന്ന ഈ സ്ഥലം അവരെന്നൊക്കെ മേടിച്ചു. അതേപോലെ ഒട്ടോമൻ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പല പണക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലം മേടിച്ച് ഇവരുടെ സ്ഥലം ഒപ്പിച്ചു മേടിച്ചിട്ട്
കാരണം ബാൽഫർ ഡിക്ലറേഷൻ അത് അവർക്ക് എന്താണെന്ന് പോയി പഠിക്കുക ആദ്യം. ഈ പറയുന്നവർ ബാൽഫർ ഡിക്ലറേഷൻ, രണ്ടാം ലോക മഹായുദ്ധത്ത് ബ്രിട്ടീഷ് ഉണ്ടാക്കിയ ബാൽഫർ ഡിക്ലറേഷൻ പ്രകാരം ഇവർക്ക് സ്ഥലം ബ്രിട്ടീഷ് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരും ചതിയന്മാരാണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്തുണ്ടായി, നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലം, ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മണ്ണ് സ്വന്തമുണ്ട്, ഞങ്ങൾ ഇസ്രായേലായിട്ട് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് 48 അമേരിക്കയും ബ്രിട്ടനും ബാക്കി രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് UN സ്ഥലം സ്വന്തം ഇൻഡിപെൻഡൻറ്റ് ദേശമായി പ്രഖ്യാപിച്ചു, ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ വചനാടിസ്ഥാനത്തിൽ നിറവേറിയ കാര്യം. ഇതൊന്നും യദുനാരായണനോ 42 കേരളയോ ഓൺലൈനൊന്നും പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. അതേപോലെ ജംഗ്ഷനിൽ ജംഗ്ഷൻ എന്ന് ഹൂക്ക എന്ന് പറഞ്ഞ ചാനലിലെ ആൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവർക്കിതൊന്നും അറിയില്ല. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഖുറാൻ മാത്രമേ ഉള്ളൂ, ആ കാട്ടറബ് എഴുതിയത് അത്ര തന്നെ. യഹൂദന്മാർ നമ്മുടെ കാഫിറുകളാണെന്ന് പറഞ്ഞതിനെ അവർക്കറിയുള്ളൂ. ആ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്ഥലം വീണ്ടും അവർ പിന്നെ ജീവിക്കാൻ വിടുന്നുണ്ടോ? അപ്പം തുടങ്ങി അറ്റാക്ക്. ഇവരെന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ പോയില്ലല്ലോ. 67 രാജ്യങ്ങൾ ചേർന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴും 6 ദിവസം കൊണ്ട് സർവണത്തിന് തുരത്തിയടിച്ചു. അന്ന് തുടങ്ങിയതാണ് ഇസ്രായേലിൻ്റെ ജൈത്രയാത്ര. ഇന്നും തീർന്നിട്ടില്ല, തീരുമില്ല. ബൈബിൾ എസേക്കിയേൽ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇസ്രായേലിന് തോൽവിയില്ല, ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. ആ വചനം ഞാൻ വിശ്വസിക്കണേ, ഞാൻ ജിയോ പോളിറ്റിക്സ് പറയുന്നല്ല. അപ്പോൾ ഇസ്രായേലിന് തോൽവിയില്ല. പക്ഷേ ഇസ്രായേൽ തോൽക്കും 3-ാം ലോകമഹായുദ്ധം വരുന്ന കാലത്ത്. അത് ഇന്നല്ല. ക്രിസ്തീയ വിശ്വാസപ്രകാരം ഈ സഭ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും. അതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ 3-ാം ലോകമഹായുദ്ധം വരുന്നത്. അപ്പോൾ ഇസ്രായേൽ തോൽവിയിലേക്ക് പോകും. അയ്യോ കർത്താവേ ഞങ്ങൾ തോൽക്കാൻ പോകുന്നു പറയുമ്പോഴാണ് കർത്താവ് എല്ലാവരും കാണുന്ന രീതിയിൽ ഒലിവ് മലയിൽ വന്ന് തൻ്റെ പാദം പതിപ്പിക്കുമ്പോൾ അന്ന് ഒലിവ് മല 2ആയിട്ട് പിളരും. അതിൽ കൂടെ ഇസ്രായേൽ രക്ഷപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നടക്കാൻ പോകുന്നതാ. ചുമ്മാ കിടന്നിട്ട് പള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം മനസ്സിലായിട്ട് സംസാരിക്കണം. ബൈബിൾ പറയുന്നത് വചനം പറഞ്ഞ ഓരോന്നും നിറവേറിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് 6 വയസ്സായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിച്ച ആളൊന്നുമല്ല യേശു ക്രിസ്തു. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഏതൊരു 6 നൂറ്റാണ്ടിരുന്നൊരു കാട്ടറബി എഴുതിയതും വെച്ചിട്ട് തലയിലും പൊക്കി വെച്ച് അങ്ങ് നടക്കുക. അതന്നെ ആൾക്കാരനൊക്കെ കൊല്ലുക. വെറും കാമും പെണ്ണും പിടുത്തവും കൊലയും വെറിയും രക്തച്ചൊരിച്ചിലും കൂടി നടന്ന ഒരുത്തനെ പുരുഷരിൽ മഹാപുരുഷെന്നും പറഞ്ഞങ്ങ് ഉത്തമെന്നും പറഞ്ഞങ്ങ് നടക്കുക. അതുകൊണ്ട് പിന്നെ എന്താ നിങ്ങളോടൊക്കെ പറയാനുള്ളത്? ഇവ മനസ്സിലാവണം, ഇവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന്. എത്രയോ രാജ്യങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട്. ഇസ്രായേൽ അതൊന്നും വിഷയമല്ല. പക്ഷേ ആരും അറ്റാക്ക് ചെയ്യണില്ല. എൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ കയ്യിലുണ്ട്, നീ അറ്റാക്ക് തന്നെ ഞാനും അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആരും അറ്റാക്ക്, എല്ലാവരും സുഖമായിരിക്കണം. പക്ഷെ ഇവനെ ചൊറിച്ചല. ഇസ്രായേലിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആകെ ഇച്ചിരി ഉള്ളൂ ഈ രാജ്യം. ഇപ്പോൾ ഇന്ത്യയിലൊരു ആറ്റോമിക് ബോംബ് വന്ന് വീണാലും, ഇപ്പോൾ ഡൽഹിയിൽ വീണ ഇപ്പുറത്ത് ഇന്ത്യക്ക് വേണ്ടി തല്ലുകൂടാൻ യുദ്ധം ചെയ്യാൻ മഹാരാഷ്ട്രയും തമിഴ്നാടും സൗത്ത് ഇന്ത്യ ഒക്കെ ഉണ്ട്. ഇപ്പോൾ റഷ്യയുടെ ഒരു ഭാഗത്ത് പോയി വീണ ബാക്കി സ്ഥലങ്ങളുണ്ട്. ഇസ്രായേലിൽ വീണു, പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്യാനൊന്നും ഇല്ല. അതാണ് ഇസ്രായേൽ പേടിക്കണം. എങ്ങനെ റഷ്യ ഉക്രൈനെ പേടിച്ചോ അതേപോലെയാണ് ഇസ്രായേൽ ഇവരെ പേടിക്കണേ. ആരാണ്? ഇറാനെ പേടിക്കുന്നത്. അത്ര ചെയ്യുന്നുള്ളൂ. നിങ്ങൾ അറ്റോമിക് ബോംബ് ഉണ്ടാക്കേണ്ട, ഈ പ്രോക്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട. നിങ്ങളും ജീവിച്ചു, ഞങ്ങളും ജീവിച്ചോളാം. അതല്ലേ നെത്തന്യാഹു പറഞ്ഞേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കണം. യെസ്, അവർക്ക് ജീവിക്കണം. അവർ ജീവിക്കും. ദൈവം അവരോടൊപ്പമാണ്. എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടേ പോവാം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ എൻ്റെ മലയാളം അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഇത്ര നിങ്ങൾക്ക് സ്ഫുടത നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വീണ്ടും പറയണു, എന്നെക്കാട്ടിൽ നന്നായി പറയണ പാസ്റ്റർ അണിൽ കൊടുത്തോടെ നിങ്ങൾ കാണുകയും. പക്ഷേ ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യം, യേശു ക്രിസ്തു പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നുണ്ട് സ്നേഹിതന്മാരെ. അതുകൊണ്ട് നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ നിരീശ്വരവാദി ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനമെടുത്ത് ജീവിക്കുകയാണെങ്കിൽ ആ കർത്താവ് സഭ കൊള്ളപ്പെടാൻ വരുമ്പോൾ നിങ്ങളും അപ്പുറത്ത് പരലോകത്തിൽ നിങ്ങളും കടക്കാൻ പറ്റും. സ്വർഗത്തിൽ നിങ്ങൾ പോകാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ രാമായണം ഗീതയും ഖുറാനും പഠിച്ചിരുന്നാൽ ഒരു ഉപയോഗവുമില്ല. ഇതെല്ലാം മനുഷ്യൻ്റെ ചിന്ത കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻ്റാണ് ഇതെല്ലാം. ഇത് ബ്രാഹ്മണന്മാർ
തങ്ങൾ സുഖഭോഗികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കഥകൾ. അത്ര തന്നെ. ഈ മനുസ്മൃതി എന്ന് പറയണതൊക്കെ അത്രയേ ഉള്ളൂ. ഇവർ പറയുന്നുണ്ടല്ലോ ബ്രിട്ടീഷ് വരുന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഒരു ചുക്കുമല്ലായിരുന്നു ഇന്ത്യ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചുക്കും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ 8 അടിയും 10 അടിയും 16 അടിയും ദൂരത്തിൽ ആൾക്കാരെ നിർത്തുമായിരുന്നു തമിഴ്നാട്ടിലൊക്കെ. ഈവൻ സ്ത്രീകൾക്ക് മാറി മറിക്കാനടക്കം ഇവിടെ ഇതുണ്ടായിരുന്നില്ല. അമ്പലത്തിലേക്ക് പോയാൽ പുറത്താക്കുകയാണ്, അവരാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അല്ലേ. ഇന്ന് നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ഡൽഹിയിൽ എന്താ ഉണ്ടാവണേ? തമിഴ് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെ ബുൾഡോസ് ചെയ്തു. ഇപ്പോൾ അവർ കരയാണിപ്പോൾ. ഈ ഹമാസും ബജറംഗ് ഹിസ്ബുള്ളയും പോലെയുള്ളതാണ് ഇന്ത്യയിലത്തെ RSSും ബജറംഗ് ദളും. ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ സ്വതന്ത്രമില്ല. എവിടെ സ്വതന്ത്രം? ഇവിടുത്തെ സ്വതന്ത്രം ബ്രാഹ്മണന് മാത്രമല്ലോ. ബ്രാഹ്മണൻ റേപ്പ് ചെയ്യും, ബ്രാഹ്മണൻ കൊല്ലും, അവൻ അഗേൻസ്റ്റ് കേസൊന്നുമില്ല. ഉദാഹരണം ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു IAS ഓഫീസറില്ലേ, ഒരു ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറിനെ കൊന്നിട്ട് എന്തുണ്ടായി? അയാളുടെ രോമം പിടിക്കാൻ പറ്റിയില്ല, അയാൾ വീണ്ടും IAS ഓഫീസറായി. അത്ര തന്നെ. മുസ്ലിമിനെ ആൾക്കാരെ കൊന്ന ബജറംഗി എന്ന് പറഞ്ഞ ഒരുത്തം പുറത്ത് നടക്കുന്നു. ഇപ്പോൾ ജീവനും പോകാണ്ട് കിടക്കുന്നുണ്ട്, ചക്രശ്വാസം വലിച്ചിട്ട് ആശുപത്രിയിൽ. ബജറംഗി ഒക്കെ പുല്ല് പോലെ പുറത്ത് വന്നില്ലേ? അപ്പോൾ ഇവിടെയാണോ ജനാധിപത്യം? അതേ ഹമാസും അതേ ഇത് തന്നെയാണ് ഇവരും, RSSും ഇതും. കാരണം ഇവിടെ ഇസ്ലാമിനും കുറച്ച് ഇതുണ്ട്, ഒപ്പം ക്രിസ്ത്യാനുള്ള കാരണം ഇവർക്ക് അങ്ങോട്ട് ഇതാവാൻ പറ്റുന്നില്ല. എങ്കിലും ശ്രമിക്കുന്നുണ്ട്, മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവർ. ഇപ്പോൾ ഇന്നലെ ഞാനൊരു യൂട്യൂബ് കണ്ടു. ഒറീസയിൽ ഒരു പാസ്റ്ററേനെയും ഭാര്യേനെയും പിടിച്ച് പുറത്ത് കൊണ്ടുവന്ന് ബൈബിള് ചീന്തിയിട്ട് ചവിട്ടറാന്ന് പറഞ്ഞിട്ട് തുപ്പടാന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീയുടെ നെറ്റിയമ്മ കുങ്കുമം തേച്ച് കൊടുത്തിട്ട് ജയ് ശ്രീറാം എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ആ 2 ആളിനെ അടിക്കുകയാണ്. ഇതൊന്നും ഈ ഷാജൻസ്കറിയ എന്ന് പറഞ്ഞ കോന്തനൊന്നും ഇത് കാണുന്നില്ല. മറുനാടെന്ന് പറഞ്ഞ് യൂട്യൂബ് നടത്തുന്നുണ്ട്. പറഞ്ഞപ്പോഴത്തെ അവിടെ ഇവിടെ ഓരോ നടക്കണതല്ലേ. അവിടെ ഇവിടെ പിന്നെ മുസ്ലിമോൾ ചെയ്യുന്നത് അവിടെ ഇവിടെ ഓരോ നടക്കണമല്ലോ. ഇതുവരെ എത്ര ലിഞ്ചിങ് ഇന്ത്യയിൽ നടന്നുണ്ട്? എത്ര മുസ്ലിമോളെ ജയ് ശ്രീറാം എന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് കൊന്നുണ്ട്. പശുർച്ച് കയ്യിൽ വെച്ചിട്ട് എത്ര എണ്ണത്തിനെ കൊന്നുണ്ട്. അപ്പോൾ ഷാജൻസ്കാരെ പറയും അത് അവിടെ ഇവിടെ ഓരോ നടക്കണതേ ഉള്ളൂ. പിന്നെന്താ എല്ലാ മുസ്ലിങ്ങളും കൊന്നിട്ടില്ല എന്നാണോ പറയണേ? അതാണോ പറയണേ? ഇവിടെ നടന്ന ബോംബ് സ്ഫോടനമെല്ലാം ആരാ നടത്തിയത്? മാലഗൻ, സംജോത എക്സ്പ്രസ്, അത് കഴിഞ്ഞ് എന്താ പറയണേ ഈ ഹൈദരാബാദിലുള്ള മെക്ക മദീന പള്ളി, ഇതൊക്കെ RSSകാർ വെച്ച ബോംബല്ലേ. അതിൽ പിടിച്ചതല്ലേ പ്രഖ്യാ സിംഗിനും അസീമാനന്ദയും പുരോഹിതനൊക്കെ അവരൊക്കെ പുറത്തു വിട്ടില്ലേ. ഇപ്പോൾ അതാ വീണ്ടും അവരെ പിന്നിലേക്ക് കേസ് വരുന്നുണ്ട്, വീണ്ടും അകത്തായി അവർ. ഇത് പറയാനൊന്നും ഷാജൻസ്കറിയയ്ക്ക് തൊള്ളയില്ല. എന്നിട്ട് RSSനെയും ബജറംഗ് പൊക്കി വേണ്ടി ഒരിക്കലും കണ്ടു. RSS മറ്റുള്ളവരെ ഉപദ്രവിച്ച് എവിടെ തെളിവുള്ള പോയി നോക്കണോ താൻ, അപ്പം അറിയാം തെളിവ് എവിടെയുള്ളതെന്ന്. നോർത്ത് ഇന്ത്യയിൽ അവർ ചെയ്യുന്ന തെണ്ടിത്തരത്തിന് ഒരു കണക്കില്ല. എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്ത് നടക്കുക, അവിടുന്ന് കാശ് മേടിച്ചിട്ട്. പ്രിയ സ്നേഹിതന്മാർ, ഇതൊക്കെ നടക്കും, ഇങ്ങനെയെല്ലാം നടക്കും, നടക്കാണ്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, വേറൊരു രക്ഷയില്ല. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ചിന്തിക്ക്, കർത്തനെ അംഗീകരിക്കുക. വീണ്ടും ഇന്നൊരു വീഡിയോ കൂടെ നമ്മൾ കാണാം. നന്ദി, നമസ്കാരം.